സൂപ്പർമാൻ്റെ ത്രെഡ് ശരിക്കും പറഞ്ഞാൽ ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പേ കിട്ടിയ ഒരു ത്രെഡാണ്. അന്ന് നമുക്കറിയില്ല നമ്മൾ സിനിമയിലേക്ക് എത്തുന്നോ ഇത് പറയുന്നോ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതായത് എനിക്കൊരിക്കൽ പറൂർ കോടതിയിൽ ഒരു കേസിന് സാക്ഷി പറയാൻ പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ കോടതിയിൽ ചെന്നപ്പോൾ നമ്മുടെ എടുക്കാൻ കുറച്ച് താമസമുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ വേറൊരു കേസ് വിളിച്ചത് വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വന്ന 2 പോലീസുകാർ ഒരാളെ വിലങ്ങ് വെച്ച് കൊണ്ടുവന്ന ആളുടെ വിലങ്ങഴിച്ച് പ്രതിക്കൂട്ടിലേക്ക് കയറ്റി. പക്ഷേ പ്രതിക്കൂട്ടിലേക്കല്ല, വാദിക്കൂട്ടിലേക്കാണ് അയാൾ കയറിയത്. അതായത് പുള്ളി തന്നെയാണ് കേസ് വാദിക്കുന്നത്, ഈ പ്രതി തന്നെയാണ് കേസ് വാദിക്കുന്നത്. ഇയാൾക്ക് അഡ്വക്കേറ്റ് ഇല്ല. മാത്രമല്ല ഇയാളിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം മോഷണമാണ്. അപ്പോൾ മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ട ഒരാൾ സ്വയം കേസ് വാദിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടു എന്നത് എനിക്ക് വളരെ അത്ഭുതമാണ് അവിടെ തോന്നിയത്. കാരണം നമ്മൾ കോടതിയുടെ ഇവിടെ സാക്ഷി പറയാൻ വന്നിട്ട് നമുക്ക് പേടിയായിട്ട് വയ്യ. അപ്പോഴാണ് ഒരാൾ വളരെ മാന്യമായിട്ട് കേസ് സ്വയം വാദിക്കുന്നു. അപ്പോൾ ഞാനത് കേട്ട് നിന്നു മുഴുവൻ. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കേസ് വാദിക്കലുമായിരുന്നു. കാരണം അവിടെ മറ്റേ കൂട്ടിൽ കയറി നിൽക്കുന്നത് ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയോട് പുള്ളി ചോദിക്കുകയാണ്, നിങ്ങളുടെ ആണോ ഈ ടേപ്പ് റെക്കോർഡർ? അപ്പോൾ അവർ പറഞ്ഞു അതെ. ഇത് മോഷണം പോയതാണോ? അതെ. ഇതിനെത്ര സ്വിച്ചുകളുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു എനിക്കറിയില്ല. അപ്പോൾ ഇയാൾ ചോദിച്ചാൽ നിങ്ങൾ മോഷ്ടിച്ചതല്ലേ എന്ന് ചോദിച്ചു. അവർ വയലൻ്റായി. അവർ ഇയാളെ കള്ളാന്നൊക്കെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം കോടതിയോട് പറഞ്ഞു കുറ്റലക്ഷ്യത്തിന് കേസെടുക്കണമെന്നോ, കാരണം പബ്ലിക്കായിട്ട് തന്നെ അങ്ങനെ വിളിച്ചു. കോടതി വാണിംഗ് കൊടുത്തു അവർക്ക്, ഇനി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് അവർ കരയുകയും ചെയ്തു അവിടെ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ APP ലീഡർ ഇദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടാവും ഈ ടേപ്പ് റെക്കോർഡറിന് എത്ര സ്വിച്ച് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടാവും. പുള്ളി അറിയില്ലെന്ന് പറഞ്ഞു കാണും. അപ്പോൾ ഇത് മോഷ്ടിച്ചതല്ലേ എന്ന് പുള്ളി ചോദിച്ചു കാണും. അത് തന്നെ പുള്ളി ഇവിടെ റിപ്പീറ്റ് ചെയ്തതാണ്. അപ്പം അത്രയും ബ്രില്യൻ്റായ ഒരു വ്യക്തിയാണ് പുള്ളി. അത് കഴിഞ്ഞ് ഇതുപോലെ കുറേ ചോദ്യങ്ങൾ ചോദിച്ച് ആ സ്ത്രീയെ വാടപ്പിച്ചു പുള്ളി. അടുത്തത് കയറിയത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെയും പുള്ളി ഇതുപോലെ പല 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 ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹത്തെയും ട്രാപ്പിലാക്കി. ഇനിയും ഇയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും വിളിക്കുന്ന കേസും പുള്ളിയുടെ തന്നെയാണ്. അങ്ങനെ 3 കേസാണ് വാദിച്ചത്. മൂന്നാമത്തെ ഏതൊരു ക്ഷേത്രത്തിൽ നിന്ന് സൗണ്ട് സിസ്റ്റം മോഷ്ടിച്ചൊരു കേസ് ഒക്കെയാണ്. അതും പുള്ളി ഇതേപോലെ വിദഗ്ധമായിട്ട് വാദിച്ചു. അതിലൊക്കെ വിജയിക്കുമെന്ന് നമുക്ക് ഇത് കേട്ടാലറിയാം. ഇതാണ് എനിക്ക് പിൽക്കാലത്ത് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തൊരു സംഭവം. ഇത് സൂപ്പർമാൻ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ഒരാൾ സ്വയം കേസ് വാദിക്കുന്നു എന്ന് പറയുന്നത്. അതിനെ ഡെവലപ്പ് ചെയ്താണ് നമ്മൾ പിന്നെ അതിൻ്റെ പ്രണയവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. ഒരു പശ്ചാത്തലവും എല്ലാം വന്നത് അങ്ങനെയാണ് സൂപ്പർമാൻ. PW on ജഗന്നാഥൻ. അതെ അല്ലെങ്കിൽ അല്ല, ഏതെങ്കിലും ഒരു ഉത്തരം തന്നാൽ മതി. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ നിങ്ങളുടെ സ്വന്തമാണെന്ന് അല്ലേ? അതിപ്പോഴല്ല, പണ്ടേ എന്റെ സ്വന്തമാണ്. അതെ അല്ലെങ്കിൽ അല്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതെ. അങ്ങനെയാണെങ്കിൽ ഇത്രയും ആഭരണങ്ങൾ വാങ്ങാൻ ഒരു വലിയ തുക തന്നെ വേണ്ടി വരും. അത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഐ മീൻ കൈക്കൂലി അങ്ങനെ എന്തെങ്കിലും? നോ, ഇതിന്റെ വിവാഹത്തിന് ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടിയ ആഭരണമാണ്. ഓ, സ്ത്രീധനമായിട്ട്? നോ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? നോ. 8 വർഷമായി. ഇത് മോഷണം പോയി എന്ന് നിങ്ങൾ പറയുന്നത് എന്നാണ്, എപ്പോഴാണ്? പറഞ്ഞോളൂ. ഇക്കഴിഞ്ഞ 29-ാം തീയതി. സമയം 4 മണിക്കോ 5 മണിക്കോ ഇടയ്ക്ക്. ഓ, അതങ്ങനെ എത്ര കൃത്യമായിട്ട് പറയാൻ പറ്റി? അതായത് ഞാനും ഭാര്യയും കൂടെ 4 മണിക്ക്. നിങ്ങളും ഭാര്യയും കൂടി 4 മണിക്ക് ഷോപ്പിങ്ങിന് പോയിരിക്കായിരുന്നു. അയ്യോ, കോടതിയാണ് പതുക്കെ. തിരിച്ചു വന്നപ്പോഴാണ് മോഷണം നടന്നതായി മനസ്സിലായത്. അപ്പോൾ 8 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ വിവാഹത്തിന് നിങ്ങളുടെ ഭാര്യ വീട്ടിൽ നിന്നും കിട്ടിയതാണ് ഈ ആഭരണങ്ങൾ. അത് ഇക്കഴിഞ്ഞ് 29-ാം തീയതി വൈകിട്ട് 4-നും 5-നും ഇടയ്ക്ക് മോഷണം പോയി. Am I correct? That's all, Your Honor. Thank you, sir. PW2 സ്വർണ്ണലത. കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അല്ലെങ്കിൽ ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ.
ഞാൻ പറഞ്ഞു തന്നെ പറഞ്ഞാ മതി. കോടതി മുമ്പാകെ സത്യം മാത്രമേ പറയൂ. നിങ്ങളുടെ ഭർത്താവിന് എന്താ ജോലി? സർക്കിൾ ഇൻസ്പെക്ടറാണ്. അപ്പോ ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ 8 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ നിന്നും തന്നതാണെന്നുള്ള സത്യമാണോ? സത്യമാണ്. ഉരുക്കാറുണ്ടോ? എന്ത്? സ്വർണം ഉരുക്കി പുതിയത് പണിയാറുണ്ടോന്ന്? ഇല്ല. കൊടുക്കാറുണ്ടോ? സൈലൻസ്. പ്രൊസീഡ്. ഉണ്ടെങ്കിൽ പറയണം, കൊടുക്കാറുണ്ടോന്ന്. എന്ത്? പഴയ സ്വർണം കൊടുത്ത് പുതിയത് വാങ്ങാറുണ്ടോ? ഇല്ല. എന്തെങ്ങനെ ചെയ്യായിരുന്നു? പഴമയുടെ ഭംഗി നഷ്ടപ്പെടാതിരിക്കാൻ. That's all, Your Honor. PW3 വിശ്വനാഥൻ. നിങ്ങളുടെ തൊഴിൽ എന്താണ്? ഞാനൊരു ജുവലറി ഉടമയാണ്. മിസ്റ്റർ വിശ്വനാഥൻ, ഇത് നിങ്ങളുടെ ജുവലറിയുടെ ഒരു പരസ്യമാണ്. 2 മാസം മുമ്പ് വന്നത്. ഈ പരസ്യത്തിൽ പറയുന്നത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ആഭരണങ്ങളും ഏറ്റവും പുതിയ തരം ഫാഷനാണെന്നും പലതും മെഷീൻ കട്ടിങ്ങുമാണെന്നുമാണ്. ഇത് സത്യമാണോ, അല്ല പരസ്യത്തിന് വേണ്ടി ചേർത്ത വെറും വാചകങ്ങളോ? ഒരിക്കലുമല്ല. ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യമാണ്. ഈ ഡിസൈനിലുള്ള ആഭരണങ്ങൾ തന്നെയല്ലേ ദോ അവിടെ ഇരിക്കുന്നതും? അതെ. That's all, Your Honor. PW7 ഫിലിപ്പ് മാത്യു. എന്താണ് നിങ്ങളുടെ തൊഴിൽ? ബാങ്ക് മാനേജറാണ്. ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എങ്ങനെ? ഇത് ഇക്കഴിഞ്ഞ 27-ാം തീയതി എന്റെ ബാങ്കിൽ പണയം വെച്ചിരുന്നതാണ്. നോട്ട് ദിസ് പോയിന്റ്, യുവർ ഓണർ. എന്നാണ് ഇത് തിരിച്ചെടുത്തത്? 29-ാം തീയതി ഉച്ചയ്ക്ക്. താങ്ക് യു. ഇനി ഡെപ്യൂട്ടി കമ്മീഷണർ കൂടി വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണം. ഈ പ്രതിയെ നിങ്ങൾ അവസാനമായി കണ്ടത് എവിടെ വെച്ചാണ്? ആശുപത്രിയിൽ വെച്ച്. എന്തായിരുന്നു പ്രതിയുടെ അപ്പോഴത്തെ അവസ്ഥ? കുറച്ച് അവശനായിരുന്നു. അവസരം എന്ന് പറഞ്ഞാൽ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോരയൊലിച്ച് സംസാരിക്കുന്നത് പോലും നമുക്ക് കോടതിയിൽ വെച്ച് കാണാട്ടോ. ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ? ഇല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് പ്രതിയുടെ പറയാൻ പറ്റാത്ത മർമ്മഭാഗങ്ങളിൽ കാര്യമായ ചതവുകളും മുറിവുകളും ഉള്ളത് കൊണ്ട് ICUയിൽ അഡ്മിറ്റ് ചെയ്തേ പറ്റൂന്നല്ലേ? അതെ. താങ്ക് യു. സോറി. താങ്ക് യു സർ. യുവർ ഓണർ, ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ ഒന്നും തന്നെ സർക്കിൾ